ഹലോ, ഹൗ ആർ യു? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് യേശു എന്ന മനുഷ്യൻ ആരായിരുന്നു. ഈ നമ്മൾ യേശുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണത്. ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടണുണ്ട്. ആ ബട്ടണിൽ വിരലമർത്തിയാൽ മതി, ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും. ഓക്കെ ഫ്രണ്ട്സ്, പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. യേശു എന്ന മനുഷ്യൻ ആരായിരുന്നു? ഇങ്ങനെ ഒരു ചർച്ചാ വിഷയമായിട്ട് തിരഞ്ഞെടുക്കുവാനുള്ള കാരണം, നമ്മൾ യേശുവിൻ്റെ ചരിത്രമാണ് ചർച്ച ചെയ്തു വരുന്നത്. ഹെവൻലി വീഡിയോസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ രാഹുൽ ഈശ്വറിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ആ ഇൻ്റർവ്യൂ, അതായത് യേശു ചരിത്ര പുരുഷനെന്നുള്ളൊരു തലക്കെട്ടോടു കൂടി രാഹുൽ ഈശ്വറിൻ്റെ ഇൻ്റർവ്യൂവിൽ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ 2 ചോദ്യങ്ങൾ രാഹുൽ ഈശ്വറിനോട് ചോദിച്ചു. ആ 2 ചോദ്യങ്ങൾ എനിക്ക് വല്ലാതെ വൈകൃതമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അതിൽ ഒരു ചോദ്യം, ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ ചരിത്രം എന്ത്? പുള്ളി ചോദിച്ച ശൈലി, ഈ ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ ചരിത്രം എന്താ, ബൈബിളിൻ്റെ ചരിത്രം എന്താ, ആ പുസ്തകത്തിൻ്റെ ചരിത്രം എന്താ, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് പുള്ളി ചോദിച്ചത്. പുസ്തകം എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ പുസ്തകത്തിൻ്റെ അങ്ങനൊരു പുസ്തകം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഒരു പുസ്തകത്തിന് ചരിത്രം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് ഈ മംഗളം വാരികയുടെയും മനോരമ വാരികയുടെയും ബാലരമ അമർചിത്രകഥയുടെയൊക്കെ ചരിത്രം ചോദിക്കുന്ന പോലെയാണ് ആ പുസ്തകത്തിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, പുസ്തകമെന്ന് ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥങ്ങളെ പറയാറില്ല. ബൈബിളും ഖുറാനും ഒക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങളും, രാമായണവും ഭഗവത്ഗീതയും ഒക്കെ മഹാഭാരതമൊക്കെ ഇതിഹാസ ഗ്രന്ഥങ്ങളുമാണ്. ഈ ഗ്രന്ഥങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കാനും ആ കാര്യങ്ങൾ അറിയാനും, നമ്മൾക്ക് ദൈവവിശ്വാസികളായിരിക്കണം. ദൈവത്തോടുള്ള വിശ്വാസം വേണം, അഡീഷൻ വേണം. കാരണം നമ്മളൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ഒരു അപകടത്തിൽപ്പെട്ടാൽ, നമ്മളൊരു ബുദ്ധിമുട്ട്, പെട്ടെന്നൊരു അപകടത്തിൽപ്പെട്ടാൽ നമ്മൾ പെട്ടെന്ന് ആദ്യം ദൈവമേ, അയ്യോ ദൈവമേ എന്ന് പറഞ്ഞ് വിളിക്കും. അതെന്തുകൊണ്ടാണ് വിളിക്കുന്നത്? അങ്ങനെ ഒരു പവറുണ്ട്. ആ പവറുമായിട്ട് നമ്മൾ കണക്റ്റഡാണ്. അപ്പോൾ ആ കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ദൈവമേ എന്ന് വിളിക്കാനുള്ള കാരണം. അത് ഒരു യുക്തിവാദിയാണെങ്കിൽ പോലും, ഞാൻ കേട്ടിട്ടുണ്ട്, നിരീശ്വരവാദിയാണെങ്കിൽ പോലും അവനൊരു പെട്ടെന്നൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അവനൊരു ഒന്ന് ബുദ്ധിമുട്ട്, ഒരു ആക്സിഡൻ്റ് ആയാൽ പെട്ടെന്ന് ദൈവമേ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ആ ഒരു വിളി എന്ന് പറഞ്ഞാൽ അത് എവിടെ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി, മനുഷ്യരുടെ ഇടയിൽ എങ്ങനെ ഉണ്ടായി, ആ ഒരു വിളിയാണ് മനുഷ്യനെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ദൈവവുമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഇതിഹാസ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ ബഹുമാനിക്കണം. പുസ്തകം എന്ന് വെറുതെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസ ഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസ ഗ്രന്ഥങ്ങൾ അങ്ങനെ പ്രയോഗിക്കണം. ഇതിനെക്കുറിച്ച് ഞാൻ ബൈബിളിൻ്റെ ചരിത്രമൊക്കെ 1ാമത്തെ എപ്പിസോഡിൽ കൃത്യമായിട്ട് എനിക്കറിയാവുന്ന, ഞാൻ റിസർച്ച് ചെയ്തെടുത്ത ചരിത്രങ്ങൾ പറഞ്ഞിരുന്നു ബൈബിളിനെ കുറിച്ച്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് യേശു എന്ന ചരിത്ര പുരുഷനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു. യേശു ചരിത്ര പുരുഷനാണോ? അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. 1ാമത്തെ എപ്പിസോഡിൽ യേശുവിൻ്റെ ചരിത്രം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, യഥാർത്ഥ പേര് ഈസാ നബി എന്നാണ് പേര്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിരുന്നു. യേശുവ, ഈസ എന്നൊക്കെയാണ് അദ്ദേഹത്തെ നസ്രായരായിട്ടുള്ള ആളുകൾ, യഹൂദരെ വിളിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു. ഈ എപ്പിസോഡിൽ യേശു എന്ന മനുഷ്യനെ കുറിച്ചാണ്. യേശു എന്ന മനുഷ്യനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ കാരണം, അത് മനുഷ്യനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കാരണം, യേശു എന്ന മനുഷ്യന് മാനുഷിക തലത്തിൽ നിന്നും ദൈവിക തലത്തിലേക്ക് സഞ്ചരിച്ചിരുന്നു. അദ്ദേഹത്തിന് ദൈവിക തലവും പ്രവാചക തലവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മാനുഷിക തലം, യേശുവിൻ്റെ മാനുഷിക തലം, യേശു എന്ന മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്നറിയാനുള്ള നമ്മുടെ ക്യൂരിയോസിറ്റി, അതാണ് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരാനുള്ള കാരണം. ഈസ ക്രിസ്തു, യേശു ക്രിസ്തു എന്നും നസ്രായനായ ഈസ എന്നുമുള്ള പേരുകളിൽ യേശു അഥവാ ഈസ, യേശുവ ലോകവ്യാപകമായി അറിയപ്പെടുന്നു. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ പ്രസംഗകനും അധ്യാപകനും സാമൂഹിക പരിഷ്കർത്താവും ധർമ്മഗുരുവും ആത്മീയ ഗുരുവും തത്വചിന്തകനുമൊക്കെ ആയിരുന്നു ഈസ. അപ്പോൾ തത്വചിന്തകനും ആത്മീയ ഗുരുവും ഒക്കെ ആയിരുന്നു ഈസ. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏതൻസിൽ 400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് സോക്രട്ടീസ് നേരിട്ട അതേ തരത്തിലുള്ള സാമ്പത്തിക, സ്ഥാപന, രാഷ്ട്രീയ, സാമൂഹിക പ്രശ്നങ്ങൾ യേശു മനസ്സിലാക്കുകയും നേരിടുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ പ്രഭുക്കന്മാരുമായി സഖ്യത്തിലേർപ്പെട്ടിരുന്ന സദൂക്യർ എന്ന് വിളിക്കപ്പെടുന്ന ജെറുസലേമിലെ ഉയർന്ന വരുമാനക്കാരായ ഒരു വിഭാഗം ഇസ്രായേലിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ ആരോഗ്യത്തിന് ഹാനികരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇസ്രായേലിൻ്റെ ധാർമ്മികതയുടെയും ധാർമ്മിക തത്വചിന്തയുടെയും അധ്യാപകനായിരുന്ന യേശു ധാർമ്മികത സ്വയം കൈകാര്യം ചെയ്തു. വിവേകപൂർണമായ പെരുമാറ്റത്തിലൂടെ ഒരു വ്യക്തിക്ക്
സുരക്ഷയും അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് സുരക്ഷയും സുരക്ഷിതത്വവും നൽകുന്ന പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മം മുതലുള്ള ഒരു 30 വയസ്സ് വരെയുള്ള കാലഘട്ടം, അല്ലെങ്കിൽ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടം അദ്ദേഹം എവിടെയായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ 12 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 30 വയസ്സിന് ശേഷം അദ്ദേഹം പരസ്യ ജീവിതത്തിലേക്ക് വന്നത്. അദ്ദേഹം ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടുതൽ പ്രവർത്തിക്കാൻ, അതായത് ഒരു സാമൂഹിക പരിഷ്കർത്താവ്, തത്വചിന്തകൻ എന്നൊക്കെയുള്ള നിലയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചത്. അതിന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. ഒരു യുഗാന്തമായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചത്. അപ്പോൾ ആ ഒരു പുതിയ യുഗം, ഒരു കറുത്ത യുഗത്തിലായിരുന്നു യേശു ജനിച്ചത്. ആ കറുത്ത യുഗത്തിൽ നിന്നും മനുഷ്യകുലത്തെ കണ്ണു തുറപ്പിച്ച് അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അവരുടെ അന്നത്തെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഭരണകർത്താക്കളും പുരോഹിത വർഗവും ഒക്കെ കംപ്ലീറ്റായിട്ടും അരാജകത്വത്തിൻ്റെ നിഴലിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനുഷ്യൻ ഭയങ്കരമായിട്ട് അതിനേക്കാൾ മോശമായിരുന്നു. അപ്പം മനുഷ്യനെ ഇവരൊക്കെ ചീറ്റ് ചെയ്തിരുന്നു, സാധാരണക്കാരെ ഇവരൊക്കെ ചീറ്റ് ചെയ്തിരുന്നു. ഇന്നും അത് നടക്കുന്നുണ്ട്, അന്നും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തട്ടിപ്പിൽ നിന്ന്, അങ്ങനെ ഉള്ള ഒരു കറുത്ത യുഗത്തിൽ നിന്ന് മനുഷ്യകുലത്തെ പുതിയൊരു യുഗത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു യുഗാന്തം അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. അത് അദ്ദേഹം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പരിധിവരെ വിപ്ലവകാരിയായി എന്ന് വേണമെങ്കിൽ പറയാം, സാമൂഹിക പരിഷ്കർത്താവായി എന്ന് വേണമെങ്കിൽ പറയാം. തത്വചിന്തകനായ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ചു. അപ്പോൾ അങ്ങനെ അദ്ദേഹം, പക്ഷേ അത് ആളുകളിലേക്ക് എത്തിക്കണമല്ലോ. ഈ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ആ രീതിയിൽ വേണം ആളുകളുമായിട്ട് മനുഷ്യരിലേക്ക് എത്തിക്കണമെങ്കിൽ, മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം സദ്ഗുണ നൈതികത പഠിപ്പിക്കുക, പ്രയോഗിക്കുക, ജീവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകളെ ധരിപ്പിച്ചു. സദ്ഗുണ നൈതികത പഠിപ്പിച്ചു, പ്രയോഗിക്കുക. അതായത് നിങ്ങൾ സദ്ഗുണ നൈതികത പഠിക്കുക, പ്രയോഗിക്കുക, ജീവിക്കുക. ഇത് അദ്ദേഹം ജനത്തെ പഠിപ്പിക്കുകയും പ്രയോഗിക്കുകയും ജീവിക്കുകയും ചെയ്തു. അങ്ങനെ ജീവിച്ച് കാണിക്കുകയും ചെയ്തു എന്നിവയായിരുന്നു ഈ സദ്ഗുണ നൈതികത പഠിപ്പിക്കുക, പ്രയോഗിക്കുക, ജീവിക്കുക എന്നിവയായിരുന്നു യേശുവിൻ്റെ പ്രധാന തത്വചിന്ത. അത് യേശുവിൻ്റെ ഫിലോസഫി അതായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചത് മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫിലോസഫി, ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഫിലോസഫി. സ്വയം സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇതിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കും. ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലും ജീവിക്കുന്നു. ഇതൊരു കണ്ടൻ്റാണ്. ഇത് ഞാനൊരു സുവിശേഷ പ്രഘോഷകൻ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുന്നതല്ല. ഇത് യേശു പഠിപ്പിച്ചൊരു കണ്ടൻ്റാണ്. അപ്പം അദ്ദേഹത്തിൽ ദൈവം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന അദ്ദേഹമായിരുന്നു. ഈ ഗ്രന്ഥങ്ങൾ പോലെ തന്നെ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ പോലെ തന്നെ ദൈവത്തിലേക്ക് കണക്ട് ചെയ്തിരുന്നത് അദ്ദേഹത്തിലൂടെ കണക്ട് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. ആ കണക്ട് ചെയ്ത് ദൈവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദൈവം പഠിപ്പിച്ച കാര്യങ്ങൾ ദൈവത്തിൻ്റെ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറേ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ മനുഷ്യകുലത്തിൻ്റെ രക്ഷ, സ്നേഹം, ത്യാഗം, കരുണ, സേവനം, അനുകമ്പ, ഇതൊക്കെ യേശുവിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. സഹനം എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് യേശു ക്രിസ്തുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് വാസ് സഫറിങ് മാക്സിമം സാക്രിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. പറയുകയല്ല, അത് ജീവിച്ച് കാണിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മരണവും സഹനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ അതുപോലെ തന്നെ അനുകമ്പ, ഇതൊക്കെ യേശുവിൽ പ്രതിഫലിച്ചിരുന്നു. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ, കരുണ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ മഗ്ദലന മറിയത്തെ കല്ലെറിയൂ എന്ന് പറഞ്ഞ യേശു ക്രിസ്തു. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച യേശു ക്രിസ്തു. ഗലീലിയ കടൽ തീരത്തെ മുക്കുവരെ സ്നേഹിച്ച യേശു ക്രിസ്തു. അതായത് അവരോട് അവിടെ വലയെറിയൂ, ഇവിടെ വലയെറിയൂ, ഇപ്പുറത്ത് വലയെറിയൂ എന്ന് പറഞ്ഞാൽ അവിടെ വലയെറിഞ്ഞാൽ അവർക്ക് മീൻ ധാരാളമായി കിട്ടിയിരുന്നു. അപ്പോൾ അവർ മുക്കുവരെ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചു, മുക്കുവരെ വലയെറിയാൻ പഠിപ്പിച്ചു. ഒരു ഒരു വ്യഭിചാരിണിയായ സ്ത്രീ, അങ്ങനെ പറയുന്നു എനിക്കറിയില്ല, പറയുന്നതെന്ന് വെച്ചാൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരു സ്ത്രീ ഇങ്ങനെ അന്നത്തെ ശിക്ഷാവിധി കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി ഓടിച്ചു കൊണ്ടുവരുമ്പോൾ യേശുവിൻ്റെ മുന്നിൽ വന്ന് പെട്ടു. അപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ അവരെ കല്ലെറിയരുത്, അവരെ കല്ലെറിഞ്ഞ് കൊല്ലരുത്. കാരണം അപ്പോൾ ഇവള് എന്തിനാ കല്ലെറിയണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾ പാപിയാണ്, അവൾ പാപം ചെയ്തു. അപ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവരെ കല്ലെറിയൂ എന്ന് പറഞ്ഞു.
അപ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവരെ കല്ലെറിയൂ എന്ന് പറഞ്ഞു. ആ പറച്ചിലിൽ അവിടെ കല്ലെറിയൽ നിർത്തി ആ സ്ത്രീയെ വിട്ടു. കാരണം അവർക്ക് മനസ്സിലായി യേശു ഡിപ്ലോമാറ്റിക്കായിട്ടാണ് പറഞ്ഞത്. അവർക്കത് മനസ്സിലായി. അവർക്ക് ഡിപ്ലോമാറ്റിക്കായിട്ടെന്നല്ല, അവർക്ക് ഒന്നും പറയാനില്ലായിരുന്നു. അവർ അതോടുകൂടി ആ കല്ലെറിയൽ നിർത്തി ആ സ്ത്രീയെ രക്ഷപ്പെടുത്തി. അപ്പോൾ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരൻ, അത് നമ്മൾ പറഞ്ഞല്ലോ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, മുക്കുവരെ സ്നേഹിക്കുക, വലയെറിയാൻ പഠിപ്പിച്ചു. കുഷ്ഠരോഗികൾക്കൊപ്പം ജീവിച്ച് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. ആ കുഷ്ഠം സുഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉപമകൾ പറഞ്ഞുകൊണ്ട് ജീവിച്ച ആളാണ്, പഠിപ്പിച്ചുകൊണ്ട് ജീവിച്ച ആളാണ്. ഉപമകളിലൂടെയായിരുന്നു അദ്ദേഹം ആളുകളോട് സംസാരിച്ചിരുന്നത്. അപ്പം കുഷ്ഠരോഗിയെ കുഷ്ഠം കഴുകി കുഷ്ഠരോഗം ക്രീം കുട്ടിച്ചാത്ത കുഷ്ഠം മാറട്ടെ എന്ന് പറഞ്ഞ് മാറി എന്നിട്ടല്ല ചികിത്സിച്ചത്. അദ്ദേഹം കുഷ്ഠരോഗിയുടെ കൂടെ നിന്ന് കുഷ്ഠം കഴുകി വൃത്തിയാക്കിയിട്ടാണ് കുഷ്ഠരോഗിയെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ കാലു കഴുകി ചുംബിച്ച് മാതൃക കാട്ടി. ഇതിനേക്കാളൊക്കെ മുകളിൽ നമുക്കൊന്നും ചെയ്യാനില്ല, ഒരു വ്യക്തിക്കും ഒന്നും ചെയ്യാനില്ല. അപ്പോൾ യേശുക്രിസ്തുവിന് അതിൻ്റെയൊക്കെ ഒരു മൂർത്തിഭാവമായിരുന്നു. ശിഷ്യന്മാരുടെ കാല് കഴുകി ചുംബിക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തെന്തോളം. അപ്പോൾ അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ അനുകമ്പയും കരുണയും സ്നേഹവും ഒക്കെ കാണിച്ച ആൾ സഹനത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ കാണിച്ച ആളാണ് പറഞ്ഞത്, സീസറിനുള്ളത് സീസറിന്, മനുഷ്യർക്കുള്ളത് മനുഷ്യർക്ക് എന്ന് പഠിപ്പിച്ചത്. സീസറിനുള്ളത് ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസറിനുള്ളത് സീസറിന്, മനുഷ്യനുള്ളത് മനുഷ്യരെന്ന് ആളുകളെ പഠിപ്പിച്ചു. ഇതൊക്കെ അധികാരവർഗത്തിൻ്റെയും ജനങ്ങളുടെയും മുഖത്ത് നോക്കി ആധികാരികമായിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിന് അദ്ദേഹം ധൈര്യം കാണിച്ചു. അദ്ദേഹം ഒരു റിബലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അദ്ദേഹം വിമതനായിരുന്നു, ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഒരാളെയും വകവയ്ക്കാതെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ളൊരു ആധികാരികത, എല്ലാം പറയുന്നതിലൊരു ആധികാരികത ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് യേശുക്രിസ്തു എന്ന മനുഷ്യൻ, ഈസ എന്ന മനുഷ്യൻ. ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദവിയാണ്. ഈസ എന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ. ഇല്ലാത്തവനെ സഹായിക്കുക, പനി പിടിച്ചവനെ സുഖപ്പെടുത്തുക. അതുപോലെ തന്നെ അദ്ദേഹം അത്ഭുതങ്ങൾ കാണിച്ചിരുന്നു. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയ ജാലങ്ങൾ കാണിച്ചിരുന്നു. അതായത് നമുക്ക് പിടിയിട്ടില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പുള്ളി നടത്തി തരും. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളാണ്, സ്റ്റഡിയാണ്. 5000 പേരെ ഊട്ടിയും, 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയിരുന്നു. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. ഇങ്ങനെയുള്ള ഇന്ദ്രജാലങ്ങൾ കാണിച്ചിരുന്നു. അപ്പം നിരാലം, അതുപോലെ തന്നെ കൊട്ടാരം മുതൽ കുടിൽ വരെ ഉള്ള ആളുകളെ അദ്ദേഹം സഹായിച്ചിരുന്നു. രാജാക്കന്മാർ മുതൽ ഭിക്ഷയാചിക്കുന്ന ഭിക്ഷക്കാർ, തെരുവിൽ യാചിക്കുന്ന ഭിക്ഷക്കാരെ വരെ അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഇവരുടെയൊക്കെ രക്ഷകനായി അവൻ നിലകൊണ്ടു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് യേശു ആയിരുന്നു എന്ന് പറയാം. ഒരേ സമയം അധ്യാപകനും തത്വചിന്തകനും. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ കമ്മ്യൂണിസം ആദ്യമായിട്ട് പഠിപ്പിച്ചത് ഈസയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിലൊരു വിപ്ലവകാരി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് പോകാനുള്ള കാരണം. ഒരേ സമയം അധ്യാപകനും തത്വചിന്തകനും ആത്മീയ ഗുരുവും വൈദ്യനും ജാലവിദ്യക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഒക്കെയായി ജീവിക്കുകയായിരുന്നു യേശുവ എന്ന ഈസ. ഇതൊക്കെയായിരുന്നു അദ്ദേഹം. മനുഷ്യന് 3 തലങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയും: മാനുഷിക തലം, പുരോഹിത തലം, പ്രവാചക തലം. പക്ഷേ പ്രവാചക തലം 4 തലങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയും. അത് പ്രധാനമായും മനുഷ്യന് 4 തലങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയും: മാനുഷിക തലം, പുരോഹിത തലം, പ്രവാചക തലം, ദൈവിക തലം. പക്ഷേ പ്രവാചക തലത്തിൽ ജനിക്കുന്നവനെ പ്രവാചകനായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ, പ്രവചിക്കാൻ കഴിയുള്ളൂ. എന്നാൽ മാനുഷിക തലത്തിൽ ജനിക്കുന്നവന് പുരോഹിത തലത്തിലേക്കൊക്കെ എത്താൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ യേശു മാനുഷിക തലത്തിലും പുരോഹിത തലത്തിലും പ്രവാചക തലത്തിലും അതിലുപരി ദൈവിക തലത്തിലും ജീവിച്ചു എന്നുള്ളതാണ് ഈസായുടെ പ്രത്യേകത. ഇതാണ് യേശുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ യേശു എന്ന മനുഷ്യനിൽ നിന്ന് ഈസ വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. ആ മാറുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആ മനുഷ്യന് ആ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞത്, ആ ഒരു സത്യത്തിലേക്ക്, ആ ഒരു പവറിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പവറായി മാറാൻ കഴിഞ്ഞത്. ഇതൊരു മതപരമായിട്ടുള്ള ചർച്ചയല്ല. യേശു എന്ന നസ്രയൻ ആരായിരുന്നു, ആ മനുഷ്യൻ ആരായിരുന്നു എന്നുള്ള അന്വേഷണമാണ്. എൻ്റെ ഇന്നത്തെ ടോക്ക് ഓഫ് ദി ഡേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക്, യേശുവിൻ്റെ ചരിത്രവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഉടനെ വരും. ഓക്കെ ഗൈസ്, താങ്ക് യു, ഗുഡ് ബൈ.